നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു നാളുകളായി അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ വർദ്ധിക്കുകയാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ. ഇത് മറികടക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് പ്രവാസി കുടുംബങ്ങളും ലേബർ ക്യാമ്പിൽ കഴിയുന്നവരും. അത്യാവശ്യത്തിന് മാത്രം ചെലവഴിച്ചും വാരാന്ത്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കിയുമാണ് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ പാടുപെടുന്നത്. ചെലവുകൾ അനുദിനം വർദ്ധിക്കുമ്പോൾ 3 വർഷമായി വർദ്ധിക്കാത്തത് ശമ്പളം മാത്രമാണെന്ന് പ്രവാസികൾ പരാതിയും പറയുന്നു. ഇത്തരത്തിൽ ചെലവ് താങ്ങാനാകാതെ പലരും കുടുംബത്തെ നാട്ടിലേക്കും കയറ്റിയച്ചു. പരീക്ഷ കഴിഞ്ഞതോടെ മക്കളെ നാട്ടിലെ സ്കൂളുകളിൽ ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റു ചില പ്രവാസികൾ. നേരത്തെ ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ 250 ദിർഹത്തിന് കിട്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ 500 ദിർഹം നൽകിയാലും തികയാതെ വരുന്നതായി അധ്യാപികയായ കോഴിക്കോട് സ്വദേശി ശാന്തി ദേവസ്യ പറയുകയാണ്. ഓഫർ എന്ന് കാണുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവവും ഇപ്പോൾ മാറ്റി. ഷോപ്പിങ്ങിന് പോകുമ്പോൾ മക്കളെ കൂട്ടിയിരുന്നു. ഇപ്പോൾ തനിച്ചുപോയി അത്യാവശ്യത്തിന് സാധനം വാങ്ങി വരുന്നു. പിടിച്ചു നിൽക്കാൻ സ്വയം നിയന്ത്രിച്ചല്ലേ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നിങ്ങനെ ആവശ്യങ്ങളെ 3ആയി തരംതിരിച്ച് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി വിലവർധന നേരിടുകയാണെന്ന് അഷീറ സുധീർ പറയുന്നു. വാരാന്ത്യങ്ങളിൽ വിവിധ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓഫറുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയും ബില്ല് കാണുമ്പോൾ ഞെട്ടിപ്പോകും. കുടുംബ സുഹൃത്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ, മത്സ്യവും മാംസവും വാങ്ങി പങ്കിട്ടെടുത്ത് വിലവർധന അതിജീവിക്കാനും ശ്രമിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് വിലക്കയറ്റം മറികടക്കാനുള്ള ചില കുറുക്കു വഴികളാണ്. സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പായി തന്നെ മുൻഗണനാക്രമം നിശ്ചയിച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. വില കുറഞ്ഞ ബദൽ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തേണ്ടതാണ്. വിലക്കുറവുള്ള സാധനങ്ങൾ അതത് കടകളിൽ പോയി തന്നെ വാങ്ങിക്കുക. മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു നിശ്ചിത തുക നീക്കിവെച്ച ചെലവ് ക്രമീകരിക്കേണ്ടതാണ്. അപ്രതീക്ഷിത ചെലവിനായി ഒരു തുക മാറ്റിവെക്കുക. വരുമാനത്തിന് 30% വരെ മിച്ചം വയ്ക്കാൻ ശ്രമിക്കുക. മുൻഗണന അനുസരിച്ച് ചെലവാക്കുക. അനാവശ്യമായവ ഒഴിവാക്കുക. പുറത്തു പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ഒഴിവാക്കി വീട്ടിൽ നിന്ന് തയ്യാറാക്കി ഭക്ഷണം കരുതുക. വില കൂടുമെന്ന് ഉറപ്പുള്ളവ നേരത്തെ വാങ്ങി വയ്ക്കാൻ ശ്രമിക്കുക. നിലവാരത്തിൽ മാറ്റമില്ലാത്തവയ്ക്ക് വില കുറഞ്ഞ ബദൽ കണ്ടെത്തുക. ക്രെഡിറ്റ് കാർഡിൽ ചിലവഴിക്കാനുള്ള തുകയ്ക്ക് പരിധി വെച്ച് ബിൽ അതത് മാസം ക്ലിയർ ചെയ്യുക. അതോടൊപ്പം തന്നെ അരി, ധാന്യങ്ങൾ, പാചക എണ്ണ, പഞ്ചസാര, പാൽ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മസാലപ്പൊടികൾ, മുട്ട, മാംസം, കുബൂസ് തുടങ്ങിയവയ്ക്ക് 20 മുതൽ 50% വരെ വില കൂടിയിട്ടുണ്ട്. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് പുറമെ പല പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ അളവും തൂക്കവും കുറച്ചതും തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. നേരത്തെ 5 കിലോ അരി 15 ദിർഹത്തിന് കിട്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് 22 ദിർഹമായിട്ടുണ്ട്. 18-ന് കിട്ടിയിരുന്ന പാചക എണ്ണ 23-ന് മുകളിലെത്തി. ഫ്രഷ് ചിക്കൻ 12-ൽ നിന്ന് 16-ലേക്ക് ഉയർന്നു. ഫ്രോസൺ ചിക്കൻ 9.50-ൽ നിന്ന് 12.50-ആയി ഉയർന്നു. 2.50-ന് ലഭിച്ചിരുന്ന 6 വലിയ കുബൂസിന്റെ പാക്കറ്റിൽ ഇപ്പോൾ 4 എണ്ണമായി കുറഞ്ഞു. വില 3 ദിർഹമായി ഉയർന്നിട്ടുമുണ്ട്. ചെറിയ കുബൂസ് പാക്കറ്റിൽ 5 എണ്ണം ഉണ്ടായിരുന്നത് 3ആയി കുറച്ചു. വില 1.25-ൽ നിന്നും 1.50 ദിർഹമായി. 3 കിലോയുടെ വാക്യൂം പൗഡർ 16 ദിർഹത്തിന് ലഭിച്ചിരുന്നത് തൂക്കം 2.5 കിലോയാക്കി കുറഞ്ഞു. വില 25 ദിർഹമായി. ധാന്യങ്ങളുടെയും ബിസ്ക്കറ്റുകളുടെയും എല്ലാം തൂക്കത്തിലും വിലയും വലിയ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കണക്കാക്കി മാത്രം ജീവിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.